ഈ ഭാഗത്ത് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിൽ ഡയമെൻഷണൽ അനാലിസിസ് എന്ന ഭാഗത്തെ കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്താണെന്നും അതിൻ്റെ ബേസിക് യൂണിറ്റുകൾ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. എന്നാലും നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്, ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്? നമുക്കറിയാം 7 ബേസിക് ക്വാണ്ടിറ്റീസ് ആണ്, അടിസ്ഥാനപരമായ 7 ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. നമ്മൾ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് പറയുക. ഒന്ന് ലെങ്ത്ത്, അങ്ങനെ മീറ്ററിൽ പറയും, മാസ് കിലോഗ്രാമിൽ പറയും, ടൈം സെക്കൻഡിൽ പറയും, ടെമ്പറേച്ചർ കെൽവിനിൽ പറയും, അതുപോലെ ഇലക്ട്രിക് കറണ്ടിനെ ആംബിയറിൽ പറയും, ലൂമിനസ് ഇൻറ്റൻസിറ്റിനെ കാൻഡില CD എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ മോൾ. ഇങ്ങനെ ഈ 7 ബേസിക് യൂണിറ്റുകളാണ് നമ്മൾ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉള്ളത്. അല്ലേ? ഇനി 7 യൂണിറ്റുകൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഉപയോഗിച്ചുള്ള റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ നടത്തുന്നത്. അതിൽ തന്നെ ലെങ്ത്തിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ L എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം, മാസിനെ M എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം, ടൈമിനെ T എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം, ടെമ്പറേച്ചറിന് ഓൾറെഡി നമുക്ക് T പറയാൻ പറ്റില്ല, ടൈം ഓൾറെഡി പറഞ്ഞു. ടെമ്പറേച്ചർ എന്നുള്ളതുകൊണ്ട് എൻ്റെ യൂണിറ്റ് എന്നുള്ളത് കെൽവിൻ ഉള്ളതുകൊണ്ട് K എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇലക്ട്രിക് കറണ്ടിനെ അതിൻ്റെ യൂണിറ്റായ ആംബിയർ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ലൂമിനസ് ഇൻറ്റൻസിറ്റിനെ അതിൻ്റെ യൂണിറ്റായ കാൻഡിലയുടെ CD എന്ന ലെറ്റേഴ്സ് കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ മോൾ എന്ന യൂണിറ്റ് ആയതുകൊണ്ട് MOL എന്ന യൂണിറ്റിൽ എഴുതുക, അതുകൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 7 ബേസിക് യൂണിറ്റുകളാണ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ 7 ബേസിക് യൂണിറ്റുകളും അതിൻ്റെ കോമ്പിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. So we can define all other physical quantities as a combination of these fundamental quantities. അല്ലേ? അപ്പോൾ ഈ 7 ബേസിക് യൂണിറ്റിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ these 7 quantities are called 7 dimensions of physical world. ഈ 7 ക്വാണ്ടിറ്റീസും ഫിസിക്കൽ വേൾഡിൻ്റെ 7 ഡയമെൻഷൻസ് ആയിട്ട് നമ്മൾ കണക്കൂട്ടാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, 3 ഡയമെൻഷനിൽ 3 ആക്സിസ് ആണുള്ളത്. ആ 3 ആക്സിസ് ഉപയോഗിച്ചുകൊണ്ട്, 3 ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റിനെ, സ്പേസിൽ ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാം, ഫിസിക്കൽ പോയിന്റ്. അതേപോലെ തന്നെ ഫിസിക്സിലെ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെങ്ത്തും മാസ് ടൈം അങ്ങനെ 7 ആക്സിസ് ഉണ്ടെന്ന് മെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മെയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഫിസിക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബേസിക് ക്വാണ്ടിറ്റി കൊണ്ട് ഈ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതുകൊണ്ടാണ് അതിന് 7 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയിൽ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അടങ്ങിയിരിക്കണമെന്ന് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? ഒരു ഉദാഹരണത്തിന് സ്പീഡ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കറിയാം. സ്പീഡിന് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. ഡിസ്റ്റൻസ് ലെങ്ത് ആണ്, ടൈം തന്നെയാണ്. ഇപ്പോൾ ഡിസ്റ്റൻസിനെ ഞാൻ ലെങ്ത്തിനെ L എന്ന ലെറ്റർ കൊണ്ടും ടൈമിനെ T എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്താൽ L/T ആയിട്ടാണ് സ്പീഡ്. ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇതിനെ ഞാൻ ഒന്നുകൂടി ഷോർട്ടാക്കി എഴുതാൻ, ദിസ് റെപ്രസെൻറ്റ്സ് L/1 T⁻⁻1. Lനെ L/1 L തന്നെയാണ്. 1/T നമ്മൾ T⁻⁻1 എഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പവറും നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ 1 ക്വാണ്ടിറ്റി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്സ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ 1000/100, 1000/100 എടുത്ത് നോക്കിയാൽ 1000 നമുക്ക് എന്താ എഴുതാം, 10 × 10 × 10, 10⁻³ എന്ന് എഴുതാം. 100ന് 10 × 10, 10⁻² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓൾറെഡി എത്രയാണ്, 10 ആണ്. 10ന് 10⁻1 എഴുതാം. ഇതെങ്ങനെ കിട്ടിയേ? മുകളിലത്തെ 10⁻3നെ 10⁻2ലെ 2 സബ്സ്ട്രാക്ട് ചെയ്യുക. സോ 10⁻3 - 2 അല്ലേ, ആണ് 10⁻1. ഇതേ പ്രകാരം 10⁻x/10⁻y എന്ന ഇക്വേഷനിൽ നമുക്ക് വാല്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, 10⁻x - y. ഇതൊരു ജനറൽ എക്സ്പ്രഷനാണ് മാത്തമാറ്റിക്സ്. അല്ലേ? ഇനിയിപ്പോൾ 10ന് പകരം a⁻x, a⁻y ആണെങ്കിൽ a⁻x - y ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 10⁻x/10⁻x നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഒരു വസ്തുവിനെ അതേ വസ്തുവിനെ ഡിവൈഡ് ചെയ്താൽ ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. സോ 10⁻x നമുക്ക് എന്താ, 10⁻x - x. ഇത് ഈ ഇക്വേഷൻ x - y എന്നുള്ള പ്രകാരം y ക്ക് ഒരു x തന്നെയാണ്.
എക്സ് മൈനസ് എക്സ് എന്ന് എഴുതാം. ഇസിക്കൽ ടു 10⁻0. 10⁻0 എന്നുള്ളത് 1 ആണ്. നമുക്കറിയാം 10x 10⁻x 10⁻x ബൈ 10⁻x എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഏതൊരു നമ്പറിനോ ഏതൊരു ക്വാണ്ടിറ്റിൻ്റെയോ പവർ 0 ആണെങ്കിൽ ദാറ്റ്സ് വിൽ ബി 1 അല്ലേ. 1⁻0 1 ആണ്, 2⁻0 1 ആണ്, 3 ഇപ്പോൾ 1000⁻1 എന്ന് പറഞ്ഞാലും അത് 1 തന്നെയാണ്. സോ ഇൻ ജനറൽ a⁻0 എന്നുള്ളത് എന്തായിട്ട് നമുക്ക് കണക്കൂട്ടാം? ഇസിക്കൽ ടു 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു എക്സ്പ്രഷൻ നോക്കുക. 1/10⁻x. ഇത് നമുക്ക് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? 1നെ നമുക്ക് 10⁻0 എന്ന് എഴുതാം, കുഴപ്പമില്ല, ബൈ 10⁻x. ഇതിനെ നമ്മൾ എഴുതുമ്പോൾ 10 ഇത് പ്രകാരം 10⁻0 മൈനസ് എക്സ് ആണ്. 0 മൈനസ് എക്സ് മൈനസ് എക്സ് ആണ്, 10⁻മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ 1/10⁻xനെ 10⁻ മൈനസ് എക്സ് ആയിട്ട് എഴുതും. അതായത് നെഗറ്റീവ് പവർ എന്ന് പറയുമ്പോൾ 1/something എന്നാണ് അല്ലേ. 1 ക്വാണ്ടിറ്റി എന്നുള്ളതിന് അതിനെ നമ്മൾ പ്രശ്നം ചെയ്യുന്നത് അതിൻ്റെ പവർ എത്രയായിട്ട് കൊടുക്കുക? മൈനസ് ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ 1/a⁻x ഈക്വൽ ടു a⁻−x. ദിസ് ഇസ് ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ആലോചിക്കുക, പവർ 1/x ആണെങ്കിൽ മൈനസ് ആണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു 1/x. a⁻−x എന്നുള്ളത് 1/a⁻x ആണ്. ഇതേ പ്രകാരം നമുക്ക് എന്ത് എഴുതാം? 1/t-നെ 1/t⁻1 എഴുതാം അല്ലേ. t⁻1 എന്നുള്ളത് മുകളിലേക്ക് പോയാൽ t⁻−1 ആണ്. സോ 1/t-നെ t⁻−1 നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അപ്പോൾ എങ്ങനെയാണെങ്കിൽ 1/t⁻−1നെയോ t⁻−1 എഴുതണം. -1 എത്രയാണ്? 1 പ്ലസ് ആണ്. സോ t⁻1 1/t⁻−1 എഴുതാം. നേരെ തിരിച്ചു എഴുതാം അല്ലേ. സോ t⁻−1നെ 1/t എന്ന് എഴുതുന്ന പോലെ 1/t⁻−1നെ t⁻1 നമുക്ക് എഴുതാൻ പറ്റും. ആ മാത്തമാറ്റിക്സ് പ്രകാരം നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് സ്പീഡ് ഈസ് L/t എന്നുള്ള L×t⁻−1. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, ലെങ്ത് എന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ടൈം എന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിന്റെ പവറുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, L×t⁻−1 ഒന്നുകൂടി എടുത്ത് എഴുതി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കറിയാം. ആക്സിലറേഷൻ ത്വരണം എന്ന് പറയും, എ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. വെലോസിറ്റി ചേഞ്ച് ബൈ ടൈം ഇന്റർവെൽ. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം ബൈ സമയം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, സ്പീഡ് തന്നെയാണ്, അതിന് ഡയറക്ഷനുള്ള സ്പീഡ് എന്നർത്ഥം. സ്പീഡിന് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് വെലോസിറ്റി. വെലോസിറ്റിയുടെ റെപ്രസെന്റേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, L×t⁻−1 ആണ്. സോ L×t⁻−1 ബൈ ടൈം. ടൈമിന് ടി എന്ന് റെപ്രസെന്റ് ചെയ്യണം. ഇതിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് L×t⁻−1 അവിടെ എഴുതി 1/t-നെ t⁻−1 എഴുതാം അല്ലേ, താഴെ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തുണ്ടോ? t⁻−1 പ്ലസ് t⁻−1 അല്ലേ. a⁻x ഇൻറ്റു a⁻y എന്ന് പറഞ്ഞാൽ a⁻x പ്ലസ് y. അതേപോലെ a⁻−1 പ്ലസ് -1 ഇസിക്കൽ എത്രയാണ്? t⁻². സോ ദിസ് ഇസിക്കൽ L×t⁻². അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് എന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ടൈം എന്ന ക്വാണ്ടിറ്റി, അതിന്റെ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. ഇവിടെ ടൈമിന്റെ പവർ -1 ആണ്, ടൈമിന്റെ പവർ -2 ആണ്. സോ ആക്സിലറേഷൻ ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി. മൂന്നാമത്തെ ഫോഴ്സ്. ഫോഴ്സിനെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ് പറയുക, എം എ, ഫിസിക്കലി എം എ. സോ മാസിന് ക്യാപിറ്റൽ എം ആണ് മാസ്. ആക്സിലറേഷന് L×t⁻² ആണ്, L×t⁻². സോ ml⁻⁻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യണം. അതിൽ മാസ് എന്നുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ലെങ്ത് ഉള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ടൈം എന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് m⁻1 L⁻1 t⁻−1 അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സ്പീഡ് എന്ന ക്വാണ്ടിറ്റിയിൽ ലെങ്ത്തിന്റെ ഡയമെൻഷൻ 1 ആണ്, ലെങ്ത്തിന്റെ പവർ 1 ആണ്, ടൈമിന്റെ പവർ അല്ലെങ്കിൽ ടൈമിന്റെ ഡയമെൻഷൻ എന്നുള്ളത് -1 ആണ്. ആക്സിലറേഷൻ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ലെങ്ത് എന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ 1 ആണ്, പവർ 1 ആണ്, ടൈമിന്റെ ഡയമെൻഷൻ -2 ആണ്. ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മാസിന്റെ ഡയമെൻഷൻ 1 ആണ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ 1 ആണ്, ടൈമിന്റെ ഡയമെൻഷൻ 1 ആണ്. ഇനി വെലോസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം, L×t⁻−1 വെലോസിറ്റി m⁻0 L⁻1 t⁻−1 അല്ലേ. സോ വെലോസിറ്റി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മാസിന്റെ ഡയമെൻഷൻ 0 ആണ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ 1 ആണ്, ടൈമിന്റെ ഡയമെൻഷൻ -1 ആണ്. സോ വാട്ട് യു മീൻ ബൈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ദ പവേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലേ.
ഏതാണോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അതിൻ്റെ പവറുകളെ പൊതുവെ പറയുന്ന പേരാണെന്ത്? ഡയമെൻഷൻ. Okay, so how can we define dimension? So dimensions of physical quantity are the powers to which the fundamental quantities are raised to get that physical quantity. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവർ ഉയർത്തുന്നു, എത്ര കൊണ്ട് ഉയർത്തുന്നു, ആ പവറുകളെ പൊതുവെ പറയുന്ന പേരാണെന്ത്? ഡയമെൻഷൻസ്. സോ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ the powers to which the fundamental quantities are raised to get that physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവർ എത്ര കണ്ട് റേസ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ആ പവറുകളെ പൊതുവെ പറയുന്ന പേരാണെന്ത്? ഡയമെൻഷൻസ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പീഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്പീഡ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു ടി റേസ് ടു മൈനസ് 1 m റേസ് ടു 0 1 ആണ്, L റേസ് ടു 1 L ആണ്, അതൊന്ന് മാറ്റി എഴുതിയുള്ളൂ. L റേസ് ടു 1 ടി റേസ് ടു മൈനസ് 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഇൻ ദ കേസ് ഓഫ് സ്പീഡ് dimension of length is equal to 1 and the dimension of mass in speed is equal to 0. മാസിന്റെ ഡയമെൻഷൻ ഇവിടെ എത്രയാണ്? 0 ആണ്. and the dimension of time in speed is -1. അതിൽ തന്നെ L ഇൻറ്റു ടി റേസ് ടു മൈനസ് 1 എന്ന് എഴുതുന്നതിന് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയാം. സ്പീഡിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്നുള്ളത് എത്രയാണ്? L ഇൻറ്റു ടി റേസ് ടു മൈനസ് 1. കുറച്ചെണ്ണമൊക്കെ നമ്മൾ ഓർമ്മയിൽ നിൽക്കണം. ഇത് വളരെ ഈസിയാണ്. സ്പീഡിന്റെ ഡയമെൻഷണൽ ഫോർമുല L ഇൻറ്റു ടി റേസ് ടു മൈനസ് 1. അങ്ങനെയാണെങ്കിൽ വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുക, ആക്സലറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു L ഇൻറ്റു ടി റേസ് ടു മൈനസ് 2. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? m റേസ് ടു 0 L റേസ് ടു 1 ടി റേസ് ടു മൈനസ് 2. അങ്ങനെയാണെങ്കിൽ മാസിന്റെ ഡയമെൻഷൻ ഇൻ ആക്സലറേഷൻ അതിൻ്റെ പവറാണ് 0 ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഇൻ ആക്സലറേഷൻ ലെങ്ത്തിന്റെ പവർ എത്രയാണ്? 1 ആണ്. ടൈമിന്റെ ഡയമെൻഷൻ എത്രയാണ്? -2 ആണ്. ഡയമെൻഷണൽ ഫോർമുല എന്നുള്ളത് എത്രയാണ്? ആക്സലറേഷൻ്റെ L ഇൻറ്റു ടി റേസ് ടു മൈനസ് 2. ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണെന്ത്? ഡയമെൻഷണൽ ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്നുള്ള ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ml ടി റേസ് ടു മൈനസ് 2 ആണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയായിട്ട് നമ്മൾ എഴുതിയത് അല്ലേ? കോമ്പിനേഷൻ നമ്മൾ മാസിൻ്റെ ആക്സലറേഷൻ പറയും, മാസിന് എമ്മും ആക്സലറേഷൻ L ഇൻറ്റു ടി റേസ് ടു മൈനസ് 2. അതറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. സോ ഇതിൽ മാസിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? ഫോഴ്സിൽ 1 ആണ്. ലെങ്ത്തിൻ്റെ ഡയമെൻഷനോ 1 ആണ്. ടൈമിൻ്റെ ഡയമെൻഷനോ -2 ആണ്. ഡയമെൻഷണൽ ഫോർമുല എത്രയാണ്? ml ടി റേസ് ടു മൈനസ് 2. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ മാസം ലെങ്ത്തും ടൈമും മാത്രമേ നമ്മൾ പറയുള്ളൂ. വേറെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, പക്ഷേ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ ഈ 3 ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പറയുള്ളൂ. ഇതിലേതെങ്കിലും ക്വാണ്ടിറ്റീസുകളുടെ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്യുക, അതിൻ്റെ പവറുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഇതാണ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ 7 ബേസിക് ക്വാണ്ടിറ്റീസിൻ്റെ കോമ്പിനേഷൻസ്, അതിൽ പവറുകൾ ചേഞ്ച് ചെയ്തുള്ള കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും അല്ലേ? അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അടങ്ങിയിരിക്കണം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട്, അത് എത്രത്തോളം ലെവലിൽ ഉണ്ട് എന്നുള്ളത് നമുക്കതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സോ dimensions are the powers to which the fundamental quantities are raised to get that physical quantity. Okay. ഇനി എന്താണ് ഡയമെൻഷണൽ ഇക്വേഷൻ? ഇപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഡയമെൻഷണൽ ഫോർമുലയായിട്ട് ഈക്വൽ എന്നുള്ള ലെവലിൽ എഴുതുക, അങ്ങനെ പറയുന്ന പേരാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഇപ്പോൾ ഡയമെൻഷണൽ ഇക്വേഷനിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതുമ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഫോഴ്സ് അതിന് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞതിൻ്റെ അർത്ഥം ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ആണ്, ഈക്വൽ ടു ഇത്രയാണ് ml ടി റേസ് ടു മൈനസ് 2. ഇത് ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിനെ ക്യാപിറ്റൽ F എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം, ഓർ ml ടി റേസ് ടു മൈനസ് 2. വെലോസിറ്റി അല്ലേ, ഡയമെൻഷണൽ ഇക്വേഷൻ വെലോസിറ്റി ഈക്വൽ ടു L ഇൻറ്റു ടി റേസ് ടു മൈനസ് 1 ആണ്, ഓർ വെലോസിറ്റിനെ നമ്മൾ V എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്, L ഇൻറ്റു ടി റേസ് ടു മൈനസ് 1. ആക്സിലറേഷൻ L ഇൻറ്റു ടി റേസ് ടു മൈനസ് 2 നമ്മളൊന്ന് നേരത്തെ പറഞ്ഞിരുന്നു, ഓർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു L ഇൻറ്റു ടി റേസ് ടു മൈനസ് 2. ഈ നിലയ്ക്ക് നമുക്ക് ഡയമെൻഷണൽ ഇക്വേഷൻസ് എഴുതാം അല്ലേ. അപ്പോൾ ഒരുപാട് ഡയമെൻഷണൽ ഇക്വേഷൻസ് നമുക്ക് ഓരോ ടൈമിൻ്റെ നമുക്ക് എഴുതാൻ പറ്റും. കുറച്ചും കൂടി ഉദാഹരണം നോക്കുക. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു ആർബിട്രറി അല്ലേ, ഒരു ആർബിട്രറി ആയ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഏതോ ആയിക്കോട്ടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ജനറലി ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി
then m raised to x, l raised to y, t raised to z. x ഉം y ഉം z മാറുന്ന അനുസരിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കും. സോ x and y are z are the dimensions of that physical quantities. ജനറൽ ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഓക്കെ. സോ വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഏരിയ? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഏരിയ? ഇനിയിപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റി ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല എഴുതിയാൽ മതി. ഇപ്പോൾ ഉദാഹരണം ഏരിയയുടെ ഈ നമുക്കറിയാവുന്ന ഒരു ഫോർമുലയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ ഇക്വേഷൻ എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക ലെങ്ത്ത് ഇങ്ങനെ എഴുതിയെങ്കിൽ ഡയമെൻഷൻ ഇക്വേഷൻ ആണ്. ലെങ്ത്തിന് എല്ലും ബ്രെഡ്ത്തും ലെങ്ത് തന്നെയാണ് എല്ലിന്. സോ എൽ സ്ക്വയർ ഡയമെൻഷൻ ഇക്വേഷൻ ഓഫ് ഏരിയ അല്ലേ. വോളിയം വ്യാപ്തം അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഇക്വേഷനാണ്. സോ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതി കഴിഞ്ഞാൽ എത്രയാണ്? ലെങ്ത്ത് എല്ലാണ്, ബ്രെഡ്ത്തും എൽ തന്നെയാണ്, ഹൈറ്റും എല്ലാണ്, എൽ ക്യൂബ്. സോ എൽ ക്യൂബ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം. അവിടെ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഉള്ളത് 3 ആണ്. വർക്ക് പ്രവൃത്തി ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്കിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ എന്താ എഴുതാൻ? ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം ml t⁻². കുറച്ചെണ്ണം നമ്മൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഡിസ്റ്റൻസിൻ്റെ ലെങ്ത് ആണ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ലെങ്ത് എത്രയാണ്? എൽ സ്ക്വയർ അല്ലേ. സോ ഇസ് ഇക്വൽ ടു എത്രയാണ്? ml² t⁻². ഈ വിധത്തിൽ നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണോ അതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടായി മാത്രം മതി. വേറൊരു ഉദാഹരണം പറയാം. എനർജി. വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? എനർജി നമുക്ക് അറിയാവുന്ന ഒരു എനർജിയുടെ ഇക്വേഷൻ എഴുതാം. പെട്ടെന്ന് എനിക്ക് വരുന്നത് കൈനറ്റിക് എനർജിയാണ്. ഏത് എനർജിയുടെ ഇക്വേഷൻ എഴുതാം? കൈനറ്റിക് എനർജി, ഗതികോർജ്ജം എന്ന് പറയും അല്ലേ. ഈസ് ഈക്വൽ ടു ഹാഫ് mv². അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം? സ്ക്വയർ ബ്രാക്കറ്റിൽ ഇ ഈക്വൽ ടു ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഒന്നുമല്ല. അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല. സോ അതിന് എഴുതണ്ട. മാസിന് ക്യാപിറ്റൽ M എന്ന് നമുക്ക് എഴുതാം. വിക്ക് എന്ത് എഴുതാം? എൽ ഇൻറ്റു t⁻⁻1. നമുക്ക് ഓൾറെഡി അറിയാം സ്ക്വയർ ഉണ്ട്. സോ ഓൾ സ്ക്വയറിനും കൂടി നമ്മൾ എഴുതാം അല്ലേ. ഇതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? എല്ലിൻ്റെ സ്ക്വയർ എൽ സ്ക്വയർ ml². t⁻⁻1 ഓൾ സ്ക്വയർ t⁻⁻1 ഇൻറ്റു 2 ആണ്. സിക്വൽ ടു t⁻⁻². നമുക്കറിയാലോ a⁻x ഓൾ y എന്ന് പറഞ്ഞാൽ a⁻x ഇൻറ്റു y എന്നാണ്. അതേപോലെ ഓക്കെ. വാട്ട് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ? അപ്പോൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നോക്കുക ml² t⁻⁻2 ആണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ നോക്കുമോ ഇവിടെ എനർജിയുടെയും ഡയമെൻഷണൽ ഫോർമുല സെയിം തന്നെയാണ്. അപ്പോൾ ഒരേ ഡയമെൻഷണൽ ഫോർമുല ക്വാണ്ടിറ്റീസൊക്കെ ഉണ്ടാവാം, വ്യത്യസ്ത ക്വാണ്ടിറ്റീസ് ഉണ്ടാവാം. ഇനി എങ്ങനെയാണെങ്കിൽ വാട്ട് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ? പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എത്രയാണ്? പവറിന് നമുക്ക് എന്ത് എഴുതാം? വർക്ക് ബൈ ടൈം എന്ന് എഴുതാം, W/T അല്ലേ. അങ്ങനെയാണെങ്കിൽ പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം? വർക്കിൻ്റെ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ടൈം. വർക്കിന് എത്രയാണ്? ml² t⁻⁻2 ആണ്. നമുക്കറിയാം ടൈമിൻ്റെ എത്ര? ക്യാപിറ്റൽ T ആണ്. സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ ഒന്നുകൂടി റേഞ്ച് എഴുതണം. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ml² t⁻⁻1 ഇൻറ്റു 1/t ആണല്ലോ. ഇതിനെ t⁻⁻2 പ്ലസ് -1 -3 ആണ്. സോ ml² t⁻⁻3 അല്ലേ. സോ ദാറ്റ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ. പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷണൽ ഫോർമുല എന്താ? മൊമെൻറ്റത്തിന് നമുക്ക് എന്ത് എഴുതാം? മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. mv ആണ്. സോ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? സ്ക്വയർ ബ്രാക്കറ്റ് എടുക്കുക. mvയുടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. മാസിനെ m എന്നാണ് പറയുക, മാസാണ്. വെലോസിറ്റി ഡയമെൻഷൻ L ഇൻറ്റു t⁻⁻1. സോ ml ഇൻറ്റു t⁻⁻1 ആണ് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇതേപോലെ തന്നെ വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ വരും ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ പറയുന്നത് മാത്രം ഇമ്പൾസ് എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. I എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പൾസിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം. സ്ക്വയർ ബ്രാക്കറ്റിൽ I, ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല F ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാം. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? ml t⁻⁻2 ആണ്. T ടൈമാണ്, ടൈമിന് ക്യാപിറ്റൽ T. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം?
ടീന് ടി റേസ് ടു 1 ആണ്. സോ എം എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ടി റേസ് ടു മൈനസ് 2 പ്ലസ് 1 ആണ്. മൈനസ് 2 പ്ലസ് 1 മൈനസ് 1 ആണ്. സോ എം എൽ ടി റേസ് ടു മൈനസ് 1. അങ്ങനെ കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും മൊമെന്റ് എന്നുള്ളത് ഒരു വേറെ ക്വാണ്ടിറ്റിയാണ്, ഇമ്പൾസ് എന്നുള്ളത് വേറെ ക്വാണ്ടിറ്റിയാണ്. 2 യൂണിറ്റുള്ള ക്വാണ്ടിറ്റിയാണ്. പക്ഷേ രണ്ടിൻ്റെ ഡയമെൻഷൻസ് സെയിം ആണ് അല്ലേ. ഇപ്പോൾ വ്യത്യസ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടാവാം അല്ലേ, അതും തെറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് എൻ ആംഗിൾ? ആംഗിൾ തീറ്റ നമുക്കറിയാലോ. ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. കാരണം ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മെഷർ ചെയ്യാവുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ആംഗിളിനെ നമുക്ക് ഇങ്ങനെ ഡയമെൻഷൻ എഴുതാം. പിന്നെ അതിൻ്റെ ഒരു ഇക്വേഷൻ അറിയണമല്ലോ. SI സിസ്റ്റം ഓഫ് യൂണിറ്റിലെ ആംഗിൾ റേഡിയനല്ല പറയും. നമുക്ക് ഓർമ്മയുണ്ടാവും, ഒരു ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഇത് ആർക്കാണ്, അതിൻ്റെ ലെങ്ത് L, സെൻറ്ററുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, റേഡിയസ് R. ഈ ആർക്ക് ലെങ്ത് L-ഉം റേഡിയസും ആംഗിളും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ആർക്ക് ലെങ്ത് ഈസിക്കൽ L ഈസിക്കൽ ടു R തീറ്റ. ഇവിടെ തീറ്റ റേഡിയനിലാണെന്ന് മാത്രം അല്ലേ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ബൈ റേഡിയസ് എന്ന് എഴുതാം. L/R. ഈ R താഴേക്ക് പോയി, തീറ്റ ആദ്യം എഴുതിയെന്ന് മാത്രം. L/R. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ഈ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ് അല്ലേ. റേഡിയസ് എന്ന് പറഞ്ഞാലും തന്നെയാണ്, ലെങ്ത് തന്നെയാണ്. സോ L/L ആണ്. L/L നമുക്ക് എന്ത് എഴുതാം? L/1 മൈനസ് 1 അല്ലേ. ദാറ്റ് ഈസ് ഇക്വൽ ടു L/0 ആണ്. കാരണം ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഈ 1 മുകളിലേക്ക് പോയാൽ L/-1 ആയി. സോ ഇവിടെ 1 ഇൻറ്റു L/1 ഇൻറ്റു L/-1. L/1 മൈനസ് 1 വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു 0. L/0. ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഡയമെൻഷൻ ഇല്ല എന്നർത്ഥം ആംഗിളിന്. അതായത് ആംഗിളിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. L/0 എന്ന് പറഞ്ഞാൽ M/0, L/0, T/0 ആണ്. മാസിനും ഇല്ല, ലെങ്ത്തിനും ഇല്ല, ടൈമിനും ഡയമെൻഷനും ഇല്ല. സോ ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഡയമെൻഷൻ ഇല്ലാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എന്ത്? ആംഗിൾ. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം, ആംഗിൾ ഈസ് എ ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതേപോലെ വേറെയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ഡയമെൻഷൻ ഇല്ലാത്തത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ. നമ്മൾ പിന്നീട് പഠിക്കും സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ നമുക്കറിയാം, ഘർഷണം. അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഇപ്പോൾ y = 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് 5. അതേപോലെ y = 7x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് 7. അതേപോലെ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കോയിഫിഷ്യൻ്റ് ഉണ്ട്, അതിന് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലേ, ആപേക്ഷിക സാന്ദ്രത. അതായത് നമ്മൾ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് വസ്തുക്കളുടെ ഡെൻസിറ്റി പറയുന്നത്. ഇങ്ങനെ പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി. ഇപ്പോൾ നമ്മൾ പറയാ ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റിനെ അവൻ്റെ വസ്തുവിൻ്റെ ആക്ച്വൽ ഡെൻസിറ്റിനെ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കിട്ടുന്നതാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി. അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. അതുപോലെ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ഡയമെൻഷൻ ഇല്ലാത്തത്. സോ ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി ഈ വെലോസിറ്റി നമുക്ക് വേണ്ടുവാണെങ്കിൽ ഒന്ന് എഴുതാം. വെലോസിറ്റി L × T⁻⁻1. അതിൽ നിന്ന് യൂണിറ്റ് എഴുതാം, m/s അല്ലേ. ലെങ്ത് യൂണിറ്റ് m ആണ്, ടൈമിൻ്റെ s ആണ്. സോ m/s-1 or m/s എഴുതാം. ആക്സിലറേഷൻ L × T⁻2 ആണ്. അതിൻ്റെ യൂണിറ്റ് അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഈസി ആയിട്ട് എഴുതാം. m/s² എന്നാണ് എഴുതുക. ഫോഴ്സിനെ mL/T⁻2 ആണ്. അതിന് നമുക്ക് എന്ത് എഴുതാം? മാസിനെ കിലോഗ്രാം m/s². കിലോഗ്രാം m/s² ആണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതേപോലെ വർക്കിൻ്റെ യൂണിറ്റ് നമുക്ക് വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാം, അറിയാം. mL²T⁻². അത് കുറച്ച് ഓർമ്മിച്ച് നോക്കിയോ, അല്ലെങ്കിൽ വർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈം ഡിസ്റ്റൻസ് ആണ്. അത് അതിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാവുന്നുള്ളൂ. അതിൽ നിന്ന് പ്രകാരം നമുക്ക് എന്ത് എഴുതാം? കിലോഗ്രാം m/s² ആണ്. അതിന് പറയുന്ന പേരാണ് ജൂൾ. എനർജി ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ്, സെയിം ആണ്. ജൂൾ തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് എനർജി. കിലോഗ്രാം m/s² പറയുന്ന പേരാണ് എന്ത്? ജൂൾ. പിന്നീട് പവർ mL²T⁻3. ഈ എമ്മിനെ നമുക്ക് എന്ത് കൊടുക്കാം? കിലോഗ്രാം. ലെങ്ത്തിന് മീറ്റർ², s²⁻³ അല്ലേ. അതിന് പറയുന്ന പേരാണ് വാട്ട്. യഥാർത്ഥത്തിൽ യൂണിറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല നമുക്ക് അതിൽ നിന്ന് കൊണ്ടുവരാം. അല്ലെങ്കിൽ
ഇതെഴുതാം തിരിച്ചു. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല അടിസ്ഥാനത്തിൽ ഡയമെൻഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 4ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേതാണ് ഡയമെൻഷണൽ വേരിയബിൾസ്. ഡയമെൻഷണൽ വേരിയബിൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ അവന് ഡയമെൻഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഡയമെൻഷണൽ വേരിയബിൾസ്. ഉദാഹരണം പറഞ്ഞാൽ ഫോർ ഏരിയ, വോളിയം, വെലോസിറ്റി, ഫോഴ്സ് എക്സെട്ര. ഏരിയയ്ക്ക് ഡയമെൻഷൻ ഉണ്ട്, വ്യത്യസ്ത വസ്തുക്കൾക്ക് വ്യത്യസ്ത ഏരിയ ആയിരിക്കും അല്ലേ. വോളിയം മാറിക്കൊണ്ടിരിക്കും, വെലോസിറ്റിയും മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളതാണ് ഡയമെൻഷണൽ വേരിയബിൾസ്. ഡയമെൻഷണൽ ലെസ് വേരിയബിൾസ് ഉണ്ട്. ഡയമെൻഷൻ ലെസ് വേരിയബിൾസിലെ ഡയമെൻഷൻ അതിന് വേരിയബിൾ ആണ്, പക്ഷെ എന്തില്ല, ഡയമെൻഷൻസ് ഇല്ല. അത് വാല്യൂസ് ചേഞ്ച് ചെയ്യും, പക്ഷെ ഡയമെൻഷൻസ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിള്, സ്ട്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി, അതിനൊന്നും ഡയമെൻഷൻ ഇല്ല, പക്ഷെ അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വ്യത്യസ്ത ആംഗിളുകൾ നമുക്ക് ഓരോ വസ്തുക്കൾക്കും കാണാം അല്ലേ. ഡയമെൻഷൻ ലെസ് വേരിയബിൾസിന് ഉദാഹരണമാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എക്സെട്ര. പിന്നെയുണ്ട് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ്. ഇപ്പൊ സാധാരണഗതിയിൽ അതിന് കോൺസ്റ്റന്റ് ആണ്, മാറ്റം ഉണ്ടാവില്ല, പക്ഷെ ഡയമെൻഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണഗതിയിലെ നമ്പറുകൾ 1, 2, 3 അതൊക്കെ അതിനൊന്നും ഇതില്ല, ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് ഒന്നുമില്ല, ഡയമെൻഷൻസും ഇല്ല. പൈ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻x, അതിനും എന്തില്ല, ഡയമെൻഷൻ ഇല്ല. e⁻x നമുക്ക് എന്താ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ e⁻x = 1 + x/1 factorial + x² / 2 factorial. നമുക്ക് പഠിക്കാല്ലേ, പിന്നീട് വരും, എന്നാലും പറഞ്ഞു മാത്രം. x³ / 3 factorial + x, ഇതൊക്കെ മാത്തമാറ്റിക്സ് വരുന്നതാണ്. ഇതിലെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 ആണ്, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫാക്ടോറിയൽ എന്നാ പറയാം, 1 × 2 × 3 ആണ്, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4. ഇങ്ങനെയുള്ള ഫംഗ്ഷനാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അതിൽ എക്സിന് 1 ആണെങ്കിൽ ഇ ആയി, എക്സ്പോണൻഷ്യൽ ആയി, 1 + 1, അതിന് പ്രത്യേക വാല്യൂസ് ഉണ്ട് അല്ലേ. ആ ഫംഗ്ഷൻസ് ഒന്നും എന്തല്ല, ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ് ഉണ്ട്. കോൺസ്റ്റന്റ് ആണ്, അതിന് വാല്യൂ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അതിന് ഡയമെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഡയമെൻഷണൽ കോൺസ്റ്റന്റ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പിന്നീട് പറയും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് H. ലൈറ്റിന്റെ സ്പീഡിനെ, വാക്യൂത്തിൽ ലൈറ്റിന്റെ സ്പീഡ് സെയിം ആണ്, അതിന് നമ്മൾ ജനറൽ ആയി റെപ്രസെന്റ് C എന്നാണ്. ഇതൊക്കെ ഡയമെൻഷനിലുള്ള കോൺസ്റ്റന്റുകളാണ്. നമുക്കറിയാം C വെലോസിറ്റി ആണ്, വെലോസിറ്റി ഡയമെൻഷൻ L×10⁻⁻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 
മാസുകൾ തമ്മിലുണ്ടാവുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെ നമുക്ക് എഫ് ഈക്വൽ എത്രയാണ് ജി m1 m2 ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അതിൽ ജി ആണ് എന്ത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇവിടെ m1 m2 മാസുകളാണ് രണ്ട് വസ്തുക്കളെ, ആർ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് തമ്മിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഭൂമി സൂര്യനെ അല്ല ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ജി എന്ന ഇക്വേഷൻ എഴുതാം. ജി ഈസ് ഈക്വൽ എത്ര ഈ ആർ സ്ക്വയർ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് പോയ മൾട്ടിപ്ലിക്കേഷൻ എഫ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ലെഫ്റ്റ് താഴേക്ക് വന്ന m1 m2 ആണ് അല്ലേ. അത് പ്രകാരം നമുക്കതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാം. സോ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ജി എഴുതണമെങ്കിൽ എന്ത് വേണം എഫ് ആർ സ്ക്വയർ ഡയമെൻഷണൽ ഡിവൈഡ് ബൈ m1 m2ൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം എൽ സ്ക്വയർ എം എൽ ഇൻറ്റു ടി റീസ് ടു -2 ആണ്. ഡിസ്റ്റൻസിൻ്റെ ലെങ്ത് ആണ്. സോ എൽ സ്ക്വയർ ഡിവൈഡ് ബൈ മാസിൻ്റെ എം ആണ്, m2 മാസ് തന്നെയാണ് എം തന്നെയാണ്. അതിൽ ഒരു എമ്മും ഒരു എമ്മും നമുക്ക് ക്യാൻസൽ ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഡിവിഷൻ വെച്ചിട്ട്. അതിൽ ബാക്കി എത്രയാണ് ഇവിടെ ഓൾറെഡി എം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് താഴെയാണ്. അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് എഴുതാം ഇസിക്കൽ ടു -1 ആണ് m⁻⁻1. ഇവിടെ എൽ സ്ക്വയർ എല്ലുണ്ട്, സോ ഇസിക്കൽ എൽ ക്യൂബ്. ഇവിടെ ടി റീസ് ടു -2. സോ m⁻⁻1 എൽ ക്യൂബ് ടി റീസ് ടു -2. ഇതാണ് എന്ത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ. ഈ തരത്തിൽ നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ടോ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്
ഡയമെൻഷൻസ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ പവറുകളാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവറുകളെ പറയുന്ന പേരാണ് ഡയമെൻഷൻസ്. അതുപോലെ വ്യത്യസ്ത ഡയമെൻഷണൽ ഫോർമുലകൾ നമ്മൾ എഴുതി. അതിൽ തന്നെ ഒരേ ഡയമെൻഷണൽ ഫോർമുലയുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടാവാം, വ്യത്യസ്ത ഡയമെൻഷണൽ ഫോർമുലയുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടാവാം, അല്ലെ? ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസും ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ. ഡയമെൻഷണൽ വേരിയബിൾസ് ഉണ്ട്, ഡയമെൻഷൻലെസ് വേരിയബിൾസ് ഉണ്ട്, ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ഉണ്ട്, ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. താങ്ക് യു.